മധുഭാസ്കരൻ. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാറിൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ വളരെ മോട്ടിവേറ്റഡ് ആകും, പക്ഷേ പിറ്റേ ദിവസം ഈ മോട്ടിവേഷൻ പോകുന്നു, എന്ത് ചെയ്യാനാണ്? അത് ട്രെയിനിങ്ങിലും പലരും പറയാറുണ്ട്. ട്രെയിനിങ് കൂടുമ്പോൾ 2-3 ദിവസത്തേക്ക് ഭയങ്കര ആവേശമാണ്, അത് കഴിഞ്ഞാൽ പോകുന്നു എന്നാണ്. അത് യാഥാർത്ഥ്യമല്ലേ? ട്രെയിനിങ് കൊടുക്കുന്ന എനിക്ക് പോലും ചില നേരങ്ങളിൽ മോട്ടിവേഷൻ പോവുകയും പിന്നീട് അത് ആർജിക്കുകയും ചെയ്യും. അത് റീചാർജബിൾ ആണ് ഈ ബാറ്ററി എന്നതാണ്. എന്താണ് ബാറ്ററി? ഉദാഹരണം, നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചപ്പോൾ കണ്ടു കാണും. മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അതിൽ ഒരു മൊബൈൽ ഹാൻഡ്സെറ്റ് ഉണ്ടാകും, അതിലൊരു ബാറ്ററി ഉണ്ടാകും. അങ്ങനെയല്ല പറയേണ്ടത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റീചാർജബിൾ ബാറ്ററി ഉണ്ടാകും എന്ന് പറയണം. കാരണം ആ വാക്ക് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ബാറ്ററിയിൽ ചാർജ് പോയാലും അത് റീചാർജ് ചെയ്യാം എന്നതാണ്. റീചാർജബിൾ ബാറ്ററി. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ടാകും, ചാർജർ. അതായത് ചാർജറുള്ള കാലത്തോളം ഈ ചാർജ് പോയ ബാറ്ററിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയുമെന്നതാണ്. ഇത് മനുഷ്യ ജീവിതത്തിലും ബാധകമാണ്. ഇതൊരു റീചാർജബിൾ ബാറ്ററിയാണ്. ഏത് മനുഷ്യനായാലും അയാൾ ഇടയ്ക്ക് അയാളുടെ മോട്ടിവേഷൻ പോവുകയും ചെയ്യും. ആ റീചാർജബിൾ ബാറ്ററിയിൽ നിന്ന് ചാർജ് പോയി കഴിഞ്ഞാൽ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തിരികെ ചാർജ് ചെയ്യണം എന്നതാണ് ഇതിൻ്റെ ശരിയായ ശാസ്ത്രീയമായ രീതി. അങ്ങനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജറുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോട് പറഞ്ഞു, സാർ ഡെയിലി വീഡിയോ, എന്നോട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കണ്ടുകൂടെ, ഇല്ലെങ്കിൽ പുസ്തകം വായിച്ചുകൂടെ? സാർ ഡെയിലി വീഡിയോ കാണണമോ എന്ന ചോദ്യം പ്രസക്തമാണോ? ഡെയിലി കുളിക്കണമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മൾ ഇന്നലെ കുളിച്ചതല്ലേ, പിന്നീട് ഇനി അടുത്ത കൊല്ലം കുളിച്ചാൽ മതി എന്നല്ലോ ചിന്തിക്കണേ. ഇല്ലെങ്കിൽ ഇനി ഒരു തവണ കുളിച്ചു, ഇനി ജീവിതത്തിൽ ഒരിക്കലും കുളിക്കേണ്ട എന്നല്ലോ. ഒരു തവണ കുളിച്ചു, നമ്മളെ ശുദ്ധീകരിച്ചു, പക്ഷേ പിറ്റേ ദിവസം ഉണ്ടായ അഴുക്കുകൾ മുകളിലുള്ളത് കൊണ്ട് അത് കളയാൻ രണ്ടാമത് കുളിക്കുന്നു. അതുപോലെ ജീവിതത്തിലുണ്ടായ നെഗറ്റീവായ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ബാറ്ററി, ചാർജ് പോയ ബാറ്ററിയെ റീചാർജ് ചെയ്യണം. അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യപ്പെടേണ്ട ഒരു കർമ്മമാണ്. അങ്ങനെ ഞാനും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ റീചാർജബിൾ ബാറ്ററിയായി മോട്ടിവേറ്റഡായി നിലനിൽക്കാൻ കഴിയുക. അങ്ങനെ മോട്ടിവേറ്റഡായി നിലനിൽക്കാൻ, അങ്ങനെ എപ്പോഴും മോട്ടിവേറ്റായി ഇരിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്ന ചില സ്ട്രാറ്റജി നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുന്ന ഒരു 4 സ്ട്രാറ്റജി നിങ്ങളോട് പറയാം. ഒന്ന്, എല്ലാ ദിവസവും ഒരു 10 പേജെങ്കിലും ഒരു ഇൻസ്പിറേഷണലായ, മോട്ടിവേഷണലായ പുസ്തകങ്ങൾ വായിക്കുക എന്നാണ്. ലോകത്ത് ഒരുപാട് സുന്ദരമായ ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊരു 10 പേജെങ്കിലും ഒരു ദിവസം. നിങ്ങൾ ഒരു ദിവസം 10 പേജ് വായിച്ചാൽ 15 ദിവസത്തിൽ 180 പേജ് വായിക്കുമെന്നതാണ് കണക്ക്. 180 പേജ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ആവറേജ് പേജുകളാണ്. അങ്ങനെ ഒരു മാസത്തിൽ 2 പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് 24 പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും. അങ്ങനെ ഒരു ദിവസം 10 പേജ് വായിക്കുന്നതിലൂടെ നിങ്ങളുടെ അറിവ് വികസിക്കുക മാത്രമല്ല, നിങ്ങളുടെ മോട്ടിവേഷൻ ലെവൽ നിങ്ങൾക്ക് നിലനിർത്താനും കഴിയുമെന്നതാണ്. അതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി, ഇതുപോലെയുള്ള മോട്ടിവേഷണലായ വീഡിയോകൾ കാണുക, ഓഡിയോകൾ കേൾക്കുക എന്നതാണ്. എല്ലാ ദിവസവും ഇഷ്ടം പോലെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബുകളിൽ തന്നെ ഉണ്ട്. മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. ഇത്തരം വീഡിയോകൾ നിരന്തരമായി എല്ലാ ദിവസവും ഓരോ വീഡിയോകൾ കാണുക, ഓഡിയോ കേൾക്കുക എന്നതാണ്. മൂന്നാമത്തെ വളരെ മനോഹരമായ, സുന്ദരമായ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പോസിറ്റീവായ ആളുകളുമായി, പ്രചോദിതരായ ആളുകളുമായി ബന്ധം നിലനിർത്തുക എന്നത് തന്നെയാണ്. ഞാൻ വളരെ നന്നായി ചെയ്യുന്ന ഒരു കാര്യമാണത്. എപ്പോഴും മോട്ടിവേറ്റഡായ, പ്രചോദിതമായ ആളുകളായിട്ട് ബന്ധം നിലനിർത്തുക, അവരുമായി കോണ്ടാക്ട് നിലനിർത്തി കൊണ്ടുപോവുക എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ചാർജ് നിലനിർത്താൻ നമുക്ക് കഴിയുമെന്നതാണ്. നാലാമത്തെ തന്ത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ എറണാകുളം IG ആയിരിക്കുന്ന വളരെ പാവപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് വരികയും പിന്നീട് SPCയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായി പ്രവർത്തിക്കുകയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുകയും ചെയ്യുന്ന ഒരു IPS ഓഫീസറായ ശ്രീ P. വിജയൻ അവർ പറഞ്ഞു കേട്ടേക്കുന്ന ഒരു രസകരമായ ഒരു തന്ത്രം. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ചായ അടപ്പത്ത് വെച്ച് ചൂടാക്കി ഇറക്കി താഴെ വയ്ക്കുമ്പോൾ അതിൻ്റെ ചൂടാറും. അപ്പോൾ ചായയുടെ ചൂട് നിലനിർത്താൻ എന്താണ് വഴി എന്ന് നിങ്ങൾ ആലോചിച്ചാൽ, എന്തുകൊണ്ടാണ് ചായ ചൂടാറിയത്? ചായയുടെ പരിസരം തണുത്തതായതുകൊണ്ട് ചായ ചൂടാറി. അപ്പോൾ നമുക്ക് ഈ ചായയുടെ ചൂട് നിലനിർത്താൻ ഒരു വഴി പരിസരങ്ങളെ ചൂടാക്കുക എന്നതാണ്. ഇത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പ്രചോദനം നിലനിർത്താൻ ഒരു വഴി നമ്മുടെ കൂടെയുള്ളവരെ പ്രചോദിപ്പിക്കുക എന്നതാണ്. അപ്പോൾ കൂടെയുള്ളവരെ, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും ഇൻസ്പയർ ചെയ്യുമ്പോഴും സ്വാഭാവികമായി അവർ നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചൂട് നിലനിർത്താൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രചോദനം, നമ്മുടെ മോട്ടിവേഷൻ നമുക്ക് നിലനിർത്താൻ കഴിയുമെന്നതാണ്. 1, എല്ലാ ദിവസവും 10 പേജുകൾ വെച്ച് വായിക്കുക. 2, എല്ലാ ദിവസവും ഒരു വീഡിയോ കാണുക. 2,
നല്ല പോസിറ്റീവായ ആളുകളുമായി ബന്ധം നിരന്തരമായി നിലനിർത്തുക, അവരുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. 4, നിങ്ങളുടെ ചൂട് നിലനിർത്താൻ നിങ്ങളുടെ പരിസരത്തുള്ളതിനെ ചൂടാക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ പ്രചോദിതരാക്കുക. ഇത്തരം 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രചോദനം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും, നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കാൻ കഴിയും, ഒരുപാട് പേരെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രചോദിക്കാനും കഴിയും. എന്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് ഗുണമെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. അങ്ങനെ അവർക്കിത് പ്രചോദനമായി മാറുമ്പോൾ അത് നിങ്ങളുടെ പ്രചോദനത്തിനെ സഹായിക്കും എന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാ ബുധനാഴ്ചയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങളും കാണുക. താങ്ക് യു വെരി മച്ച്.